ഏറ്റവും കൂടുതൽ ഞാൻ മെയിനായിട്ട് എല്ലാവരോടും ഫോക്കസ് ചെയ്യാൻ പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കറക്ഷൻ ബുക്കാണ്. അതായത് നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നതിനേക്കാളും കൂടുതൽ നമുക്ക് എത്രത്തോളം അത് നോളജ് ഉണ്ട് എന്ന് നമുക്കറിയണം. എത്രത്തോളം എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാവോ അത്രത്തോളം മാക്സിമം എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. കാരണം എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതോടെ നമുക്ക് ടൈം മാനേജ്മെൻ്റ് ആണ് നമ്മൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഞാനിപ്പോൾ MBBS പഠിക്കുമ്പോൾ പോലും ഞാൻ ഈ നേരത്തെ പഠിച്ച സാധനങ്ങൾ നമ്മളിത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത സാധനങ്ങൾ നമ്മൾ മൈൻഡ് എപ്പോഴും അങ്ങ് രജിസ്റ്റർ ആയി നിൽക്കും. ഹലോ എവരിവൺ, എൻ്റെ പേര് അൽത്താഫ്. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ബ്രില്യനിലെ 2023 നീറ്റ് ബാച്ചിൽ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ എങ്ങനെ നീറ്റ് എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി, കാരണം ഇനിയിപ്പോൾ ഒരു 5-6 മാസം ഇനി നീറ്റ് എക്സാമിന് വരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ പോയി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും പറയുമ്പോഴത്തേക്കിന് ഇപ്പോൾ ആദ്യത്തെ ഫേസിൽ നമുക്ക് പറയുമ്പോൾ നമുക്ക് ബ്രില്യനിലെ ക്ലാസ്, അതിൻ്റെ കൂടെ വീക്കിലി എക്സാംസ് അങ്ങനെയൊക്കെയാണ് നമുക്ക് നടക്കുന്നത്. പക്ഷേ അപ്പം ആ ടൈമിൽ നമുക്ക് ഫുൾ ടോപ്പിക്സ് ഒന്നും നമുക്ക് ഒരിക്കലും കവർ ചെയ്ത് തീർക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് യൂണിറ്റ് എക്സാം വരും, പിന്നെ അത് കഴിഞ്ഞ് കോമ്പിനേഷൻസ് വരും, പിന്നെ ഓൾ യൂണിറ്റ്സ് വരും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വരുമ്പോഴും നമ്മൾ ഈ മെയിനായിട്ട് യൂണിറ്റ് എക്സാം ഒക്കെ വരുന്ന ടൈമിലായിരിക്കും നമുക്ക് മെജോറിറ്റി ടോപ്പിക്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. ചില ടോപ്പിക്സ് എന്നാലും നമുക്ക് പെൻഡിങ്ങും വരും. അങ്ങനെ വന്നാൽ ഏറ്റവും കൂടുതൽ ഞാൻ മെയിനായിട്ട് എല്ലാവരോടും ഫോക്കസ് ചെയ്യാൻ പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കറക്ഷൻ ബുക്കാണ്. അതായത് നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നതിനേക്കാളും കൂടുതൽ നമുക്ക് എത്രത്തോളം അത് നോളജ് ഉണ്ട് എന്ന് നമുക്കറിയണം. അതിന് നമ്മൾ മെയിനായിട്ട് നമ്മൾ കറക്ഷൻ ബുക്ക് നമ്മൾ ഓരോ എക്സാം കഴിയുമ്പോൾ നമുക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ്, കറക്റ്റായ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കും. പക്ഷേ തെറ്റിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ബുക്കിൽ, ഒരു സെപ്പറേറ്റ് ഒരു ബുക്കിലെടുത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് മാത്രം ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസർ മാത്രം നോട്ട് ചെയ്ത് വെച്ച് നമ്മളിപ്പോൾ അത് വീക്കിലി എക്സാംസിനായിട്ട് മെയിനായിട്ട് നമ്മളത് യൂണിറ്റ് എക്സാംസും ഓൾ യൂണിറ്റ്സിനൊക്കെയാണ് നമുക്കിത് പ്രയോജനപ്പെടുന്നത്. ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കറക്ഷൻ ബുക്ക് ആയിരിക്കും നമ്മൾ വീണ്ടും എടുത്ത് നമ്മൾ റിവൈസ് ചെയ്ത് നോക്കുന്നത്. കാരണം ഷോർട്ട് നോട്ട്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾ എഴുതിയാലും അത് ഒരുപാട് ബുക്ക് വരുന്നതുകൊണ്ട് ഇപ്പോൾ 2-3 ബുക്ക് വരുമ്പോൾ കറക്ഷൻ ബുക്ക് ഒന്ന് വരുമ്പോൾ നമ്മളോർക്കും പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്ത് തീർക്കാൻ കറക്കാം. മാത്രമല്ല നമുക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ വീണ്ടും പുതിയ പുതിയ പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് വീണ്ടും നമ്മൾ മെമ്മറൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് വീണ്ടും നമ്മുടെ മൈൻഡിലേക്ക് അത് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ളത് കറക്ഷൻ ബുക്കാണ് നമ്മൾ മെയിനായിട്ടും ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ബാക്കി ഇവിടുത്തെ വീക്കിലി എക്സാംസ് നമ്മൾ മാക്സിമം എത്രത്തോളം എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാവോ അത്രത്തോളം മാക്സിമം എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. കാരണം എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതോടെ നമുക്ക് ടൈം മാനേജ്മെൻ്റ് ആണ് നമ്മൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റ്, ഇപ്പോൾ 3 മണിക്കൂർ എക്സാമിൽ നമുക്ക് എങ്ങനെ എക്സാം ഡിവൈഡ് ചെയ്യണം, ഇപ്പോൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ടൈം ഡിവിഷൻ, ഓരോ സബ്ജക്റ്റിന് ഇത്ര വെയിറ്റേജ്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇത്ര വെയിറ്റേജ് കൊടുക്കണം, അതെല്ലാം നമുക്ക് ഈ എക്സാം എഴുതുന്നതിലൂടെ മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് കിട്ടാൻ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ മാക്സിമം ഓൾ യൂണിറ്റ്സ്, മോക്ക് ടെസ്റ്റ് എല്ലാം ബ്രില്യൻ്റായിട്ട് തന്നെ ലേണിംഗ് ആപ്പിൽ തരുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം നമ്മൾ എക്സാംസ് പ്രിപ്പയർ ചെയ്യുക, കറക്റ്റ് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് വീണ്ടും നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ റിവൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ മറക്കില്ല. കാരണം ഇപ്പം ഞാനിപ്പോൾ MBBS പഠിക്കുമ്പോൾ പോലും ഞാൻ ഈ നേരത്തെ പഠിച്ച സാധനങ്ങൾ നമ്മളിത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത സാധനങ്ങൾ നമ്മൾ മൈൻഡ് എപ്പോഴും അങ്ങ് രജിസ്റ്റർ ആയി നിൽക്കും. ലോങ് ടേം മെമ്മറി ആയിട്ട് ഇത് രജിസ്റ്റർ ആയിട്ട് നിൽക്കും. അപ്പോൾ അത് അങ്ങനെ നമുക്ക് ചെയ്യുന്നതിലൂടെ എനിക്ക് പേഴ്സണലി എനിക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ബ്രില്യനിൽ ഇപ്പോൾ എന്തായാലും എക്സാംസും ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സാംസ് എല്ലാം നല്ല രീതിയിൽ എഴുതാനും മാത്രമല്ല ഇനിയും വരുന്ന നീറ്റ് 2026 എല്ലാവർക്കും നല്ലൊരു സ്കോർ, നീറ്റിലൊരു ഉയർന്ന റാങ്കും സ്കോറും കരസ്ഥമാക്കാനും ഇതേപോലെ തന്നെ നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.